നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2015-16 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് 1 കോടി. രവീന്ദ്രൻ സ്മാരകത്തിന് തുക വകയിരുത്തിയില്ല. ബജറ്റ് നിരാശാജനകവും ദീർഘവീക്ഷണമില്ലാത്തതുമെന്ന് പ്രതിപക്ഷം. ബജറ്റിനെതിരെ ഭരണപക്ഷവും രംഗത്ത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ബജറ്റ് അവതരണമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 600 പാക്കറ്റ് പാൻ മസാലകൾ പത്തനാപുരത്ത് പിടികൂടി. സംഭവത്തിൽ പത്തനാപുരം ചേലക്കോട് സ്വദേശി പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2015-16 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. അതേസമയം ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഫിലിപ്പാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 20,34,81,083 രൂപ വരവും 18,43,30,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 2015-16 സാമ്പത്തിക വർഷം 17,76,11,581 രൂപ വരവ് ഇനത്തിലും 18,43,30,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിത മിച്ചം 1,91,53,083 രൂപയുമാണ്. പദ്ധതി ചെലവിൽ 15 ലക്ഷം രൂപ കൃഷിക്കും 40 ലക്ഷം രൂപ മൃഗസംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിന് 2 കോടി രൂപയും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് 2 കോടി രൂപയും വകയിരുത്തുന്ന ബഡ്ജറ്റിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുത്തി ടൗണിൽ പുതിയൊരു സാനിറ്ററി കോംപ്ലക്സ് നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ വൃദ്ധ, വികലാംഗ, വനിതാ ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റ്. കൃഷിക്ക് 15 ലക്ഷം, ഭവന നിർമ്മാണത്തിന് 2 കോടി, ഭവന പുനരുദ്ധാരണത്തിന് 50 ലക്ഷം, വിദ്യാഭ്യാസ മേഖലയിൽ 18 ലക്ഷം, പഞ്ചായത്ത് ഓഫീസ്, ഷോപ്പിംഗ് കോംപ്ലക്സിന് 1 കോടി തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന പദ്ധതികൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 4 കോടി കേന്ദ്രാവിഷ്കൃത ഫണ്ട് വകയിരുത്തിയ ബജറ്റിൽ രവീന്ദ്രൻ മാസ്റ്റർ സ്മാരകത്തിന് ഈ വർഷവും തുക വകയിരുത്തിയിട്ടില്ല. ബജറ്റ് നിരാശാജനകവും ദീർഘവീക്ഷണവുമില്ലാത്തതുമാണെന്ന് ഇടതുമുന്നണി ആരോപിച്ചു. പഞ്ചായത്തിന്റെ പൊതുവികസനത്തിനായി യാതൊരു പദ്ധതിയും ആവിഷ്കരിക്കാതെയുള്ള തട്ടിക്കൂട്ട് ബജറ്റാണ് ഭരണസമിതി അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് KJ അലോഷ്യസ് ആരോപിച്ചു. പുതിയ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും തുക വിനിയോഗിക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പല കാര്യങ്ങൾക്ക് വേണ്ടി തുക ഉൾപ്പെടുത്തുകയും എല്ലാ വർഷവും അത് സ്പിൽ ഓവറാക്കി മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിരം പതിവാണ് കുളത്തൂപ്പുഴയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ 2-3 പ്രാവശ്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബജറ്റ്. ഒരു ദീർഘവീക്ഷണമില്ലാതെ കുളത്തൂപ്പുഴയിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ കൊടുക്കാതെയുള്ള വെറും എല്ലാ വർഷവും നടത്തിവരുന്ന കുറച്ചധികം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ ബഡ്ജറ്റ് കുളത്തൂപ്പുഴ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ്. കുളത്തൂപ്പുഴയിൽ നമുക്ക് നോക്കിക്കാണുന്നതിന് വേണ്ടിയുള്ള ഒരു വികസന പ്രവർത്തനവും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ ഒരു പ്രതീക്ഷ ഉള്ളത് പഞ്ചായത്തിന്റെ കെട്ടിടത്തിന് വേണ്ടി 1 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ 3 വർഷവും ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെട്ട് പോകുന്ന കാര്യമാണ്. ഇപ്രാവശ്യവും അടുത്ത വർഷവും ബഡ്ജറ്റ് കാണുമ്പോൾ ഈ 1 കോടിയോ അല്ലെങ്കിൽ അത് കൂടുതലോ തുക വീണ്ടും മാറ്റിവെക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. രവീന്ദ്രൻ മാസ്റ്റർ സ്മാരകത്തെക്കുറിച്ച് ഇതിനകത്ത് വ്യക്തമായി പറയുന്നില്ല. എന്നാൽ 50 ലക്ഷം രൂപ കെട്ടിടങ്ങളുടെ അവസ്ഥയിലേക്ക് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുളത്തൂപ്പുഴക്കാർക്ക് ആവശ്യം ഉള്ള ഒരു കാര്യങ്ങളും പറയാത്ത, കുളത്തൂപ്പുഴയെ പുറകോട്ടടിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും 3 വീതം പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. തുടർന്ന് ഭേദഗതികളോടെ ബജറ്റ് അംഗീകരിച്ചു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് അവതരണ വേദിയിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിഷേധം. ബജറ്റിനൊപ്പം വിതരണം ചെയ്ത ഫയലിനെ ചൊല്ലിയായിരുന്നു തർക്കം. മുമ്പെങ്ങും കാണാത്ത വിധമുള്ള നാടകീയ രംഗങ്ങൾക്കാണ് ഇക്കുറി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് അവതരണ വേദി സാക്ഷ്യം വഹിച്ചത്. ബജറ്റിനെതിരെ ഭരണപക്ഷത്തെ തന്നെ ചില അംഗങ്ങൾ രംഗത്ത് വന്നതാണ് ഇതിൽ ശ്രദ്ധേയം. ബജറ്റിനൊപ്പം നൽകിയ ഫയലിനെ ചൊല്ലിയായിരുന്നു ഭരണപക്ഷത്തെ അംഗങ്ങളുടെ പ്രതിഷേധം. ഗുണനിലവാരമില്ലാത്ത ഫയലുകൾ വിതരണം ചെയ്തുവെന്നാരോപിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു നാസറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ഫയൽ വലിച്ചെറിഞ്ഞു പ്രതിഷേധിച്ചു. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ തന്റെ പൊതുജീവിതത്തിനിടയിൽ ഇത്തരമൊരു ബജറ്റ് അവതരണം ആദ്യമാണെന്നും നാസറുദ്ദീൻ പറഞ്ഞു.
ബജറ്റിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തവരുടെ എണ്ണവും കുറവായിരുന്നു. ഇരുപക്ഷത്തു നിന്നും 3 പേർ വീതം മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. തട്ടിക്കൂട്ട് ബജറ്റ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും ഉയർന്നതോടെ ഭേദഗതികളോടെയാണ് ബജറ്റ് അംഗീകരിച്ചത്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. KP ഗണേഷ് കുമാർ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ LDF പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും UDF നേതൃത്വത്തിൽ പത്തനാപുരത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. KPCC സെക്രട്ടറി KC രാജൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി KC രാജൻ ഉദ്ഘാടനം ചെയ്തു. K ശിവൻകുട്ടി, ജമീല പ്രകാശം, ബിജിമോൾ തുടങ്ങിയ പ്രതിപക്ഷ MLA-മാർക്കെതിരെയും R ബാലകൃഷ്ണപിള്ള, KB ഗണേഷ് കുമാർ എന്നിവർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് യോഗത്തിൽ KC രാജൻ സംസാരിച്ചത്. ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം നിയമസഭയിൽ നടത്തിയ അഭ്യാസങ്ങൾ നമ്മളൊക്കെ ടെലിവിഷനിലൂടെ കണ്ടവരാണ്. ഇവിടെ സഹോദരിമാരൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ കൊള്ളരുതാത്ത ഭാഗങ്ങളൊക്കെ ചാനലിലൂടെ പലരും കണ്ടു. ഇന്നലെ വരെ പാർവതീദേവി മാത്രം കണ്ടിട്ടുള്ള, പാർവതീദേവി എന്ന് പറയുന്നത് യശശരീരനായ P ഗോവിന്ദപിള്ളയുടെ മകളാണ്. ഈ ശിവൻകുട്ടിയുടെ ഭാര്യയാണ്. വേറെ വല്ലവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് അത്രയും പിടിപോരാ. പക്ഷെ പാർവതീദേവി മാത്രം കണ്ടിട്ടുള്ള ശിവൻകുട്ടിയുടെ നിത്യോപയോഗ സാധനം ഉൾപ്പെടെയുള്ള ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു. EP ജയരാജൻ, കേരളത്തിൽ 3 ജയരാജന്മാരാണ്. വെടികൊണ്ട ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ, വെറിപിടിച്ച ജയരാജൻ. ഇതിൽ വെടികൊണ്ട ജയരാജനാണ് നിയമസഭാ സ്പീക്കറുടെ ഇരിപ്പിടം. അത് തള്ളി താഴെയിട്ടു. ശിവൻകുട്ടിയാണ് ഈ സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള മൈക്ക്, ശബ്ദ നിയന്ത്രണ കമ്പ്യൂട്ടർ ജർമ്മനിയിൽ നിന്നോ മറ്റോ വരുത്തിയതാണെന്നാണ് പറഞ്ഞത്. തട്ടിത്താടിയിട്ടു. കേരള നിയമസഭയും ഇന്ത്യൻ പാർലമെന്റും രാജ്യത്തിന് അമൂല്യമായ സമ്പത്താണ് നൽകിയിട്ടുള്ളതെന്നും അത് ഇല്ലായ്മ ചെയ്യാൻ നടത്തിയിട്ടുള്ള സമരത്തിന്റെ റിഹേഴ്സലാണ് 13-ാം തീയതി അരങ്ങേറിയതെന്നും യോഗത്തിൽ സംസാരിച്ച ഇടുക്കി MLA റോഷി അഗസ്റ്റ്യൻ ആരോപിച്ചു. UDF ചെയർമാൻ ബാബു മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ K അനിൽ, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, മുൻ MLA യൂനുസ് കുഞ്ഞ്, KLDC ചെയർമാൻ ബെന്നി കക്കാട്, KPCC സെക്രട്ടറി G രതികുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ M ഷെയ്ഖ് പരീദ്, J ഷാജഹാൻ, പുന്നല ഇബ്രാഹിംകുട്ടി, പള്ളിത്തോപ്പിൽ ഷിബു, അരിക്കൽ പ്രദീപ്, വടകോട് മോനച്ചൻ, JL നസീർ, MS പ്രദീപ് കുമാർ, V നൌഷാദ്, M അബ്ദുൾ റഹ്മാൻ, MA സലാം, JM ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. തൊളിക്കോട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ സ്ലഡ്ജ് ലഗൂൺ ഏറ്റെടുത്ത് പൂന്തോട്ടം നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ച് പുനലൂർ നഗരസഭ. ഇവിടം കാടുപിടിച്ച് ഇഴജന്തുക്കൾ താവളമാക്കി എന്ന പരാതി ഉയർന്നതോടെയാണ് നഗരസഭ തീരുമാനമറിയിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തൊളിക്കോട് സ്ഥാപിച്ച സ്ലഡ്ജ് ലഗൂൺ നഗരസഭയ്ക്ക് വിട്ടു നൽകിയാൽ ഇവിടം മനോഹരമായ പൂന്തോട്ടവും പാർക്കും നിർമ്മിക്കുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കുമെന്ന് ഭരണകർത്താക്കളുടെ ഉറപ്പ്. പുനലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് താലൂക്ക് ഓഫീസിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് നഗരസഭ ഇക്കാര്യം അറിയിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ പനംകുറ്റിമലയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നതിനാണ് തൊളിക്കോട് സ്ലഡ്ജ് ലഗൂൺ സ്ഥാപിച്ചത്. എന്നാൽ ഇന്നത് കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു എന്ന് പരാതി ഉയർന്നിരുന്നു. ഭയങ്കര ശല്യമായിട്ട് കിടക്കും. എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി തരണം. അത് അത്യാവശ്യ കാര്യമാണ്. അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിവരമില്ല, ഭാഗത്തോട്ടെ അറിയിച്ചിട്ടുണ്ട്, സകല ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികളുടെ ഇത്തരം പരാതികൾ കൂടി കണക്കിലെടുത്താണ് നഗരസഭ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നിലവിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ നഗരസഭയെ അറിയിച്ചതോടെ നഗരസഭ ഇവിടം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ഉടമസ്ഥത ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കും നടത്തിപ്പവകാശം നഗരസഭയ്ക്കും. എന്നാൽ ഇവിടെയുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ തടസ്സപ്പെടുകയില്ലെന്നും നഗരസഭ ഉറപ്പു നൽകി. വെള്ളം പ്രിസർവ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്തോളൂ. ബാക്കി അതിന്റെ കര ഓണർഷിപ്പ് നിങ്ങൾ തന്നെ വെച്ചോ. മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്താൽ അവർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് കാടെല്ലാം പറഞ്ഞ് അവിടെ ഗാർഡനൊക്കെ ആക്കി അവിടെ പാർക്കാണ്. ഇതിന്റെ തടസ്സമില്ല. അത് ഈ നോക്കണം, ഈ കണ്ടിട്ടുണ്ടോ ഈ സ്ലഡ്ജിലേക്ക്? അപ്പോൾ അവിടെ നിന്ന് പോയി എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് അതിന്റെ പൈസ മുനിസിപ്പാലിറ്റി തന്നെ ചെലവഴിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 600 പാക്കറ്റ് പാൻ മസാലയുമായി പത്തനാപുരത്ത് ഒരാൾ പിടിയിൽ.
സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം ചേലക്കോട് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. പത്തനാപുരം ചേലക്കോട് ജയാവിലാസത്തിൽ സുകുമാരനാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇയാളുടെ പക്കൽ നിന്നും 600 പാക്കറ്റ് പാൻ മസാലകളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ചരക്ക് ലോറി വഴി വൻതോതിൽ പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് ദിനംപ്രതി പത്തനാപുരത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നവ മുന്തിയ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചും പാൻ മസാല വിൽപ്പന തകൃതിയായി തന്നെ നടക്കുകയാണ്. SI സുനിൽ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കച്ചവടം ചെയ്യുന്നതിനുള്ള രഹസ്യ വിവരങ്ങൾ കിട്ടുമായിരുന്നു. ഇത് തമിഴ്നാട്ടിൽ ഏതാണ്ട് 5 രൂപ വരെയുള്ള സാധനം ഇവിടെ ഏകദേശം 30 രൂപ വരെ വാങ്ങിച്ചാണ് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ ഒരു വിവരം ലഭിക്കാൻ ഇവിടുത്തെ ഷാഡോ പോലീസ് പത്തനാപുരത്തുള്ള SI സബ് ഇൻസ്പെക്ടർ പോലീസുകാരും കൂടെ ചേർന്നാണ് ഈ സംഘത്തിൽ വെച്ചത്. ഇതിനാണ്ട് 500 പാക്കറ്റിൽ കൂടുതലുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ചെറിയ പാക്കറ്റുകൾ. ഇതിനകത്ത് ഒരെണ്ണത്തിന് ഇവിടെ 30ഓളം രൂപ വിലയാണ്. തമിഴ്നാട്ടിൽ ഇതിന് 5 രൂപ മാത്രമാണ് വില വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും ഈ തുടർന്നും നമ്മൾ വളരെയധികം പോഷണറി കൊടുത്തിട്ടും പല സ്കൂൾ പരിസരത്തും ഇത് കച്ചവടം ചെയ്ത് പിള്ളേരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. നിയമസഭയിൽ പ്രതിപക്ഷ വനിതാ MLA-മാർക്കെതിരെ അതിക്രമം കാട്ടിയ ഭരണപക്ഷ MLA-മാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ധർണ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ആശാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു സ്വാഭാവിക പ്രസ്താവനയാണത്. അതിനെതിരെ ഒരു സ്വാഭാവികമായുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഇതേമാതിരി അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇപ്പൊ പറയുന്നത് അവർക്കാർക്കും ഒരു നടപടിയുമില്ല. മറ്റേ പ്രതിപക്ഷത്തുള്ള ഇന്നലെ സ്പീക്കറുടെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ചാനലും കൂടെ നമ്മൾ കണ്ടതാണ്. ഏരിയ പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ MS സുധ, രത്നമ്മ, സുലോചന എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. ടാർ വീപ്പകളെ തട്ടിയും നിരങ്ങിയും വേണം പുനലൂർ വില്ലേജ് ഓഫീസിലേക്ക് കയറാൻ. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. മനോജ് ബൻമളയുടെ റിപ്പോർട്ട്. അടുക്കി വെച്ചിരിക്കുന്ന ടാർ വീപ്പകൾക്ക് പിറകിലായി ഒരു സർക്കാർ സ്ഥാപനമുണ്ട്, പുനലൂർ വില്ലേജ് ഓഫീസ്. ടാർ വീപ്പ കൊണ്ട് വില്ലേജ് ഓഫീസിലേക്കുള്ള പ്രവേശനം നഗരസഭ അടച്ചപ്പോൾ കുടുങ്ങിയത് ദൈനംദിന ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിനെ അഭയം പ്രാപിക്കുന്ന നിർധനരായ 100 കണക്കിന് പേരാണ്. വീപ്പകൾക്ക് നടുവിലൂടെ ഒരു ഇടുങ്ങിയ വഴിയാണ് ഇപ്പോഴുള്ളത്. ഇതുവഴി കടന്ന് വില്ലേജ് ഓഫീസിൽ എത്തണമെങ്കിൽ അല്പം മണ്ണെണ്ണ കൂടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം ശരീരത്തിൽ പുരളുന്ന ടാർ നീക്കണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ടാർ പറ്റി മാസമാവും. അതാണ് കൈയും കാലും എല്ലാം താറായി പോയിട്ട് എല്ലാവരുടെയും തുണിയിലും മണ്ണെണ്ണ കൊണ്ട് നടക്കണം. അപ്പം പൊതുജന സേവനത്തിനായി വില്ലേജ് ഓഫീസിലുള്ള ഹെൽപ്പ് ഡെസ്കും അക്ഷയ സെന്ററും ടാർ വീപ്പ കൊണ്ട് പൂർണ്ണമായി മൂടിയിരിക്കുകയാണ്. അടിയന്തരമായി ടാർ വീപ്പകൾ നീക്കുകയോ അല്ലെങ്കിൽ യാത്രാമാർഗം ഒരുക്കുകയോ വേണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ നഗരസഭാ സെക്രട്ടറിയെയും താലൂക്ക് തഹസിൽദാരെയും സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഓഫീസിൽ വരാനും ഇറങ്ങി പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ റിപ്പോർട്ട് തഹസിൽദാർ കൊടുത്തിട്ടുണ്ട്. വരുന്ന പൊതുജനങ്ങൾ വരാതെ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന AISFന്റെ കൊടിമരം നശിപ്പിക്കപ്പെട്ടതായി പരാതി. സാമൂഹ്യവിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൊടിമരം നശിപ്പിക്കപ്പെട്ടത്. ഇരുട്ടിന്റെ മറവിൽ നടന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ AISF നേതാക്കൾ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥി സംഘടനകളെ തമ്മിലടിപ്പിക്കാനുള്ള ചില പ്രാദേശിക നേതാക്കളുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നാണ് പ്രധാന ആക്ഷേപം. ഇതിനു മുമ്പും നിരവധി തവണ തങ്ങളുടെ കൊടിമരങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായി AISF നേതാക്കൾ പറയുന്നു. ഈ കലാലയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുവാനാണ് ചില സംഘടനകൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാത്രികാലങ്ങൾ കേന്ദ്രീകരിച്ച് കോളേജിന്റെ ഫ്രണ്ടിലെ കോളേജിൽ മുൻവശം സ്ഥാപിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടന കൊടിമരങ്ങളും വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരക്കാർ കോളേജ് കേന്ദ്രീകരിച്ചും പത്തനാപുരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത വർഷം വരും ദിവസങ്ങളിൽ തന്നെ AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് AISF പത്തനാപുരം മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ലൈവ് വാർത്ത പത്തനാപുരം. നിയമസഭാ സ്പീക്കറായിരുന്ന G കാർത്തികേയന്റെ നിര്യാണത്തിൽ തലവൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കാർത്തികേയനെ അനുസ്മരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. UDF ചെയർമാൻ ബാബു മാത്യു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് തോമസ് കരിക്കം, CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ, ശ്രീലേഖ രാജീവ്, ശശികല മോഹൻ, TM ബിജു, വടകോട് മോനച്ചൻ തുടങ്ങി നിരവധി നേതാക്കൾ യോഗത്തിൽ കാർത്തികേയനെ അനുസ്മരിച്ചു. സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പൊതുപ്രവർത്തന ശൈലി
ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള ആത്മാർത്ഥതയും ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പൊതുപ്രവർത്തകർക്ക് തീർച്ചയായും മാതൃകയാണ്, നാടിന് മാതൃകയാണ് എന്ന കാര്യത്തിൽ സംശയം. ആദർശം പ്രസംഗിക്കാൻ മാത്രമല്ല, അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി പൊതുപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള തെളിവ് കൂടിയാണ് അദ്ദേഹത്തിന് ജീവിതം. പാവപ്പെട്ടവരുടെ അത്താണിയായി പ്രവർത്തിച്ച ഏറ്റവും ബഹുമാന്യനായ ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ പ്രദേശത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മനുഷ്യനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും തീരാ നഷ്ടം തന്നെയാണ്. ലൈവ് വാർത്ത പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻതൂക്കം നൽകി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2015-16 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് 1 കോടി. രവീന്ദ്രൻ സ്മാരകത്തിന് തുക വകയിരുത്തിയില്ല. ബജറ്റ് നിരാശാജനകവും ദീർഘവീക്ഷണമില്ലാത്തതുമെന്ന് പ്രതിപക്ഷം. ബജറ്റിനെതിരെ ഭരണപക്ഷവും രംഗത്ത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ബജറ്റ് അവതരണമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 600 പാക്കറ്റ് പാൻ മസാലകൾ പത്തനാപുരത്ത് പിടികൂടി. സംഭവത്തിൽ പത്തനാപുരം ചേലക്കോട് സ്വദേശി പോലീസ് പിടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.